മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുർറബി ജനാസത്തിൻ ഫൗസ്നിയ അലൈഹാ ഖൈറ, ഒരു ജനാസയെ ഒരു വഴിയിൽ കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ ആ ജനാസയെ കുറിച്ചുകൊണ്ട് ജനങ്ങൾ നല്ലത് പറഞ്ഞു. ഒരു മയ്യത്തിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, അത് കണ്ടപ്പോൾ കണ്ട ആളുകൾ ആ മയ്യത്തിനെ കുറിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മഹത്വങ്ങളും അദ്ദേഹം ചെയ്ത നന്മകളൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറഞ്ഞു, വജബത് വജബത് വജബത്, നിർബന്ധമായി 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 എന്ന് 3 പ്രാവശ്യം അള്ളാഹുവിന്റെ ഹബീബ് ആ ജനാസയെ കുറിച്ചുകൊണ്ട് പറഞ്ഞു. അതുപോലെ മുർറബി ജനാസത്തിൻ ഫൗസ്നിയ അലൈഹാ ശർറുൻ, മറ്റൊരു ജനാസയെ കൊണ്ടുവരപ്പെട്ടു. ആ ജനാസയെ കുറിച്ചുകൊണ്ട് ജനങ്ങൾ മോശമായതാണ് പറഞ്ഞത്, മോശമായ കമന്റുകളാ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മോശമായ കാര്യങ്ങളൊക്കെ ജനങ്ങൾ പറഞ്ഞു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, വജബത് വജബത് വജബത്, നിർബന്ധമായി നിർബന്ധമായി നിർബന്ധമായി. ഇങ്ങനെ ആവർത്തിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫഖാല ഉമർ റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, ഫിദാക അബി വ ഉമ്മി, നബിയെ എൻ്റെ ബാപ്പയും ഉമ്മയൊക്കെ അങ്ങേക്കാണ്. മുർറബി ജനാസത്തിൻ ഫൗസ്നിയ അലൈഹാ ഖൈറുൻ, നബിയെ ഒരു ജനാസയെ കൊണ്ടുവന്നപ്പോൾ നന്മകൾ പറഞ്ഞു, ആ ജനാസയെ കുറിച്ചുകൊണ്ട് നല്ലത് പറഞ്ഞു. അപ്പൊ നബിയെ നിങ്ങൾ പറഞ്ഞു വജബത്ത്, നിർബന്ധമായി എന്ന് പറഞ്ഞു. മറ്റൊരു ജനാസയെ കൊണ്ടുവരപ്പെട്ടു, അപ്പോൾ ആ ജനാസയെ കുറിച്ചുകൊണ്ട് മോശമായ കാര്യങ്ങളാണ് ജനങ്ങൾ പറഞ്ഞത്. അപ്പോഴും നബിയെ താങ്കൾ പറഞ്ഞു വജബത്ത് 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 എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം, എന്താണ് ഇതിന്റെ ആശയം, എന്താണ് നബിയെ? അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അസ്നൈതും അലൈഹി ഖൈറാ, ആദ്യം ഒരു ജനാസയെ കൊണ്ടുവന്നപ്പോൾ ആ ജനാസയെ കുറിച്ചുകൊണ്ട് നിങ്ങൾ നല്ലത് പറഞ്ഞല്ലോ, ആ മയ്യത്ത് ചെയ്ത നന്മകളും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വജബത്ത് എന്ന് പറഞ്ഞു. അതിന്റെ ആശയം എന്താണ്? വജബത്തു ലഹുൽ ജന്ന, ആ ജനാസക്ക് സ്വർഗം നിർബന്ധമാണ്, സ്വർഗം നിർബന്ധമാണ്. വമൻ അസ്നൈതും അലൈഹി ശർറാ, മറ്റൊരു ജനാസയെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ മോശമായതാണ് പറഞ്ഞത്, ആ ജനാസയെ കുറിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങളാ നിങ്ങൾ പറഞ്ഞത്. അപ്പോഴും ഞാൻ പറഞ്ഞത് വജബത്തി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വജബത്തു ലഹുന്നാർ, ആ ജനാസക്ക് നരകം നിർബന്ധമാണ്, ആ ജനാസ നരകാവകാശിയാണ് എന്നാണ് ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നല്ലത് പറഞ്ഞാൽ, നല്ലത് പറയണമെങ്കിൽ ആളുകൾ നല്ലതായെങ്കിലല്ലേ നമ്മൾ നല്ലത് പറയൂ, അല്ലേ? മോശമായത് പറയണമെങ്കിൽ ആള്